ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ് ബി.ജെ.പിയിൽ. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ റെജി ലൂക്കോസിനെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. 35 വർഷമായി ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിച്ചുവെന്നും ദ്രവിച്ച ആശയം മാറണമെന്നും റെജി ലൂക്കോസ് പറഞ്ഞു. ആശയപരമായ രീതിയിൽ കുറേ നാളുകളായിട്ട് എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങിയത് കേരളത്തിൽ രാഷ്ട്രീയ യുദ്ധത്തിനല്ല ഇനി അവസരം. പഴയ ദ്രവിച്ച ആശയങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് വലിയ രീതിയിലുള്ളൊരു വൃദ്ധസദനമായിട്ട് മാറും. അതിന് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം പകർന്നു നൽകുന്ന വികസനവും ആശയങ്ങളും എന്നെ കുറേ നാളുകളായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. പണ്ട് ബി.ജെ.പിയെക്കുറിച്ച് പറയുന്നത് അവർ വർഗീയവാദികളാണെന്നുള്ളതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ എൻ്റെ പാർട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്, കുറേ മാസങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്ന വർഗീയ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടതുപക്ഷ വ്യതിയാനം നമ്മളെ വല്ലാതെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പാർട്ടിയായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിട്ടു. ഞാൻ പാർട്ടി മെമ്പറാണ്. കുറേ നാളുകളായിട്ട് തന്നെ ഈ ആശയം മുന്നിലുണ്ട്. അങ്ങനെ എന്നെ ബി.ജെ.പിയിലേക്ക് ക്ഷണിച്ചു. എനിക്കിപ്പോൾ മെമ്പർഷിപ്പ് നൽകി ഷാളിട്ട് അണിയിച്ചു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മധ്യകേരളത്തിൽ നിന്ന് കൂടുതൽ നേതാക്കളെ പാർട്ടിയിൽ എത്തിക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം. പല നേതാക്കളുമായും ചർച്ച നടത്തിയെന്ന് ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് 24-നോട് പറഞ്ഞു. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഒരു ഗംഭീര പട്ടികയായിരിക്കും. ഈ കേരള കോൺഗ്രസ് എമ്മിൽ തന്നെ നിരവധി ആളുകളുമായിട്ട് നമ്മളെ നിരന്തരമായി സമ്പർക്കം പുലർത്താറുണ്ട്. ബി.ജെ.പിയോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന, ഞങ്ങളുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ധാരാളം നേതാക്കൾ മാണി ഗ്രൂപ്പിലുണ്ട്, ജോസഫ് ഗ്രൂപ്പിലുണ്ട്. സ്വാഭാവികമായിട്ട് അവസരങ്ങളുടെ ഒരു കലയാണല്ലോ രാഷ്ട്രീയം. മധ്യ കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ ബി.ജെ.പി ഒരു നിർണായക ശക്തിയായി മാറുമെന്നുള്ള കാര്യത്തിൽ ശത്രുക്കൾക്ക് പോലും സംശയമില്ല. എല്ലാ മേഖലയിലും നമ്മൾ നിരവധി, അതായത് ജനങ്ങൾക്കിടയിൽ അഭിപ്രായമുള്ള എല്ലാ നേതാക്കളുമായി ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായുണ്ട്. ടോബി, ഇത് ഞെട്ടലുണ്ടാക്കിയൊരു വാർത്തയാണ്. കഴിഞ്ഞ ദിവസം വരെ റെജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ എന്ന ലേബലിൽ ചാനലുകളിൽ ചർച്ചയിൽ പങ്കെടുത്തു. നമ്മുടെ ചാനലിലൊക്കെ സ്ഥിരം സാന്നിധ്യമായിരുന്നു. ഇടതുപക്ഷത്തിന് വേണ്ടി ഘോരഘോരം ബാധിക്കുന്ന റെജി ലൂക്കോസ് ഇപ്പോൾ അത് ദ്രവിച്ച ആശയം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തള്ളിക്കളയുകയാണ്. അനുജ, വളരെ അപ്രതീക്ഷിതം, അല്ലെങ്കിൽ ഒരു നമ്മൾ ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു നീക്കം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് രാവിലെയാണ് ഷോൺ ജോർജുമായി നമ്മൾ സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം പറഞ്ഞത് മധ്യ കേരളത്തിൽ നിർണായകമായിട്ടുള്ള ചില നീക്കങ്ങൾ നടക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പറഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇങ്ങനെയൊരു മാറ്റം, അനുജ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുമ്പാണ് നമ്മുടെ ചാനൽ ചർച്ചയിൽ തന്നെ അദ്ദേഹം ഇടത് സഹയാത്രികനായി വന്ന് വലിയ രീതിയിൽ സംസാരിച്ചത്. അതിനുശേഷം മണിക്കൂറുകൾ, ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ബി.ജെ.പി ആകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നു. എന്തായാലും സമാനമായ രീതിയിൽ നിരവധി നേതാക്കൾ, അത് പ്രത്യേകിച്ചും LDF-ൽ നിന്നും UDF-ൽ നിന്നും നേതാക്കൾ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ വന്നേക്കാം എന്നുള്ള സൂചനയാണ് ഷോൺ ജോർജ് നൽകിയത്. അതായത് കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും ജോസഫിൽ നിന്നുമൊക്കെ നേതാക്കളുമായി ചർച്ച നടത്തുന്നു എന്നുള്ള ഒരു നിർണായക വെളിപ്പെടുത്തൽ കൂടി നടത്തിയിട്ടുണ്ട്. കൂടാതെയാണ് CPM-ൽ നിന്നും CPI-ൽ നിന്നുമൊക്കെ ഇത്തരത്തിൽ അതൃപ്തരായിട്ടുള്ള ആളുകളെ ബി.ജെ.പിയിലേക്ക് എത്തിക്കാനുള്ള നീക്കം വ്യാപകമായി നടക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാന ലക്ഷ്യം. ആ തെരഞ്ഞെടുപ്പിൽ മധ്യകേരളത്തിൽ നിർണായക നീക്കം നടത്തി ശക്തി തെളിയിക്കുക എന്നുള്ളത് തന്നെയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. അതിന് ഏറ്റവും ആവശ്യം അതിന് പറ്റിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള ആളുകളെ പിടിക്കുക എന്നുള്ളതാണ് ബി.ജെ.പിയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അങ്ങനെ ചർച്ചകൾ പല ആളുകളുമായി നടക്കുന്നു. പ്രത്യേകിച്ചും ഈ മറ്റ് മുന്നണികളിലും പാർട്ടികളിലുമൊക്കെ സീറ്റ് ലഭിക്കാത്ത ആളുകളെ, അവരുമായി ചർച്ച നടത്തി അതൃപ്തരെ പുറത്തു ചാടിച്ച് ബി.ജെ.പിക്കൊപ്പം നിർത്തുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ബി.ജെ.പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ ഇനിയും മധ്യകേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് പല നേതാക്കളിൽ നിന്നും ലഭിക്കുന്നത്. വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ കാണാനും സാധിക്കുമെന്നിവർ പറയുന്നുമുണ്ട്. അനുജ, അതാണ് കേരള കോൺഗ്രസിൽ നിന്നുൾപ്പെടെ കൂടുതൽ പേർ ബി.ജെ.പിയിലേക്ക് എത്തും എന്നൊക്കെയുള്ള പ്രതീക്ഷയാണ് ഷോൺ ജോർജ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്നുണ്ടായത് റെജി ലൂക്കോസിന്റെ ബി.ജെ.പി പ്രവേശമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.